എല്ലാവർക്കും നമസ്കാരം. ടീച്ച് ഫ്രം ഹാർട്ടിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എൻ്റെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, ഞാൻ നിങ്ങളുടെ സ്വന്തം ശ്രീലേഖ ടീച്ചർ. നമ്മൾ 2024 ഏപ്രിൽ ബാച്ചിലേക്ക് ഹിസ്റ്ററി എന്ന സബ്ജക്റ്റാണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൽ നിന്നും 40ഓളം ക്വസ്റ്റ്യൻസ് നമ്മൾ പഠിച്ചു കഴിഞ്ഞു അല്ലേ. ഇനി നമുക്ക് 41ാമത്തെ ക്വസ്റ്റ്യൻ, 41 മുതൽ 45 വരെയുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. 2 മാർക്കിൻ്റെയും 3 മാർക്കിൻ്റെയും ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ, നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള വീഡിയോസാണ്, കമൻസിലൂടെ അറിയിക്കുക. സോഷ്യോളജിയും അതുപോലെ തന്നെ ബിസിനസ് സ്റ്റഡീസും നമുക്ക് ഈ പൊളിറ്റിക്സും ഹിസ്റ്ററിയും കഴിഞ്ഞതിന് ശേഷം, മലയാളവും കഴിഞ്ഞതിന് ശേഷം ഡിസ്കസ് ചെയ്യാം. പൊളിറ്റിക്സിൻ്റെ വീഡിയോസ് ക്വസ്റ്റ്യൻ പേപ്പർ വെച്ചിട്ടുള്ളത് ഞാൻ ചെയ്യുന്നുണ്ട്, ഇടയ്ക്ക് നമുക്ക് ചെയ്യാം. അതുപോലെ സോഷ്യോളജി നമുക്ക് നെക്സ്റ്റ് മന്ത് അല്ലേ എക്സാമ്, അപ്പോൾ നമുക്കത്, അതുപോലെ തന്നെ ബിസിനസ് സ്റ്റഡീസ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് പറഞ്ഞുതരാം. അതടുത്ത മാസമാണ്. ഓക്കെ, അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യുക, നന്നായിട്ട് പഠിക്കുക. 40ാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എവല്യൂഷൻ ഓഫ് സ്റ്റേറ്റ് എന്നുള്ളതിൽ നിന്നാണ്. അതായത് 6A മൊഡ്യൂൾ 6Aയിൽ നിന്നുള്ളത്. ഓപ്ഷണൽ മൊഡ്യൂൾ 6A എവല്യൂഷൻ ഓഫ് സ്റ്റേറ്റ്സ്. അതിൽ 41ാമത്തെ ക്വസ്റ്റ്യൻ, ക്ലാസിഫൈ ദി ടാക്സേഷൻ സിസ്റ്റം അണ്ടർ ദി ഡൽഹി സുൽത്താനേറ്റ്. ഡൽഹി സുൽത്താനേറ്റിൻ്റെ കാലത്തുള്ള എന്താണ് ടാക്സേഷൻ, നികുതി സമ്പ്രദായത്തെ ക്ലാസിഫൈ ചെയ്യുക എന്നുള്ളതാണ്. അതായത് ആ നികുതി സമ്പ്രദായത്തെക്കുറിച്ച് അതിൽ 4 തരം നികുതിയെക്കുറിച്ചാണ് പറയുന്നത്. ഒന്നാമത്തേത് ഖരജ് എന്ന് പറയുന്നത് ഉൽപ്പന്നങ്ങൾക്ക് കർഷകരിൽ നിന്ന് ഈടാക്കിയിരുന്ന നികുതി എന്ന് പറഞ്ഞാൽ എന്തുവാണ്? ഭൂമിയിൽ കൃഷി ചെയ്തിരുന്ന കർഷകരുണ്ടല്ലോ, ആ കർഷകർ അവർ കൃഷി ചെയ്തെടുക്കുന്ന, അവർ ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങൾക്ക് അവരിൽ നിന്ന് തന്നെ ഈടാക്കിയിരുന്ന നികുതിക്ക് പറയുന്ന പേരാണ് ഖരജ്. ഓർത്തു വെച്ചോളണം. നമ്മൾ പറയുന്ന ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ടാക്സേഷൻ സിസ്റ്റം അണ്ടർ ദി ഡൽഹി സുൽത്താനേറ്റ് ആണ്. ഡൽഹി സൽത്തനേറ്റിൻ്റെ കാലത്ത് ഉള്ള ടാക്സേഷൻ സിസ്റ്റത്തെ ക്ലാസിഫൈ ചെയ്തിരുന്നതിനെ കുറിച്ചാണ്. അപ്പോൾ ഖരജ് എന്ന് പറയുന്നത് ഉൽപ്പന്നങ്ങൾക്ക് കർഷകരിൽ നിന്ന് ഈടാക്കിയിരുന്ന നികുതി. രണ്ടാമത്തെ നികുതിയാണ് ജസിയ എന്ന് പറയുന്നത് അമുസ്ലിങ്ങളിൽ നിന്ന് ഈടാക്കിയിരുന്നത്. അമുസ്ലിങ്ങൾ എന്ന് പറയുമ്പോൾ മുസ്ലിംസ് അല്ലാത്തവരിൽ നിന്ന് ഈടാക്കിയിരുന്നതാണ് ജസിയ. മൂന്നാമത്തേത് സക്കാത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? നല്ലവരായ മുസ്ലിങ്ങളിൽ നിന്ന് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കായിട്ട് ശേഖരിച്ചിരുന്ന നികുതി. നാലാമത്തേത് ഖാംസ് എന്ന് പറഞ്ഞാൽ യുദ്ധം ചെയ്യുമ്പോൾ എന്ത് ചെയ്യും? കൊള്ളയടിക്കുമല്ലേ. ഓരോ സ്ഥലങ്ങളിൽ യുദ്ധം ചെയ്ത് കീഴടക്കുന്ന സമയത്ത് അവിടെ നിന്ന് കൊള്ളയടിക്കുന്ന കൊള്ള മുതലുകളിൽ നിന്നും എടുത്തിരുന്നൊരു പങ്കായിരുന്നു ഖാംസ്. അപ്പോൾ ഇത് 4 എണ്ണമാണ് ഡൽഹി സുൽത്താനേറ്റിൻ്റെ കാലഘട്ടത്തിലെ നികുതികൾ. ഖരജ്, ജസിയ, സക്കത്ത്, ഖംസ്. മനസ്സിലായല്ലോ. നെക്സ്റ്റ് 41ാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, നമ്മളിപ്പോൾ പറഞ്ഞ ക്വസ്റ്റ്യൻ 2 മാർക്കിൻ്റേതാണ്. ഇനി 41ാമത്തെ ക്വസ്റ്റ്യൻ 6Bയിൽ നിന്നുള്ള ക്വസ്റ്റ്യനാണ്. കൾച്ചർ ഓഫ് ഇന്ത്യ എന്നുള്ളതിൽ നിന്ന്. ജിയോഗ്രഫിക്കൽ ആൻഡ് ക്ലൈമറ്റിക് ഫാക്ടേഴ്സ് ഹാവ് ഗ്രേറ്റ്ലി ഇൻഫ്ലുവൻസ്ഡ് ദി ക്ലോത്തിങ് ഓഫ് ദി ഇന്ത്യൻ പീപ്പിൾ അനലൈസ്. 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യനാണ്. അപ്പോൾ നമ്മൾ 2 മാർക്ക് എന്ന് പറയുമ്പോൾ 2 സെൻറ്റൻസോ 3 സെൻറ്റൻസോ എഴുതിയാൽ മതി. കൂടുതൽ എഴുതാനായിട്ട് നിന്നാൽ നിങ്ങൾക്ക് സമയം മാനേജ് ചെയ്യാനായിട്ട് പറ്റില്ല. ഇവിടുത്തെ ക്വസ്റ്റ്യൻ ഭൂമിശാസ്ത്രപരവും അതുപോലെ തന്നെ ക്ലൈമറ്റിക് ഫാക്ടേഴ്സ്, കാലാവസ്ഥ പരമായിട്ടുള്ള ഘടകങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്? ഗ്രേറ്റ്ലി ഇൻഫ്ലുവൻസ്ഡ്, വലുതായിട്ട് സ്വാധീനിച്ചിട്ടുണ്ട്. എന്തിനാണ്? ക്ലോത്തിങ്, വസ്ത്രധാരണ രീതിയെ, ഇന്ത്യൻ ജനതയുടെ വസ്ത്രധാരണ രീതിയെ വലിയ അളവിൽ സ്വാധീനിച്ചിട്ടുണ്ട്. അതിനെക്കുറിച്ച് എഴുതാനായിട്ടാണ്. അപ്പോൾ 2 മാർക്കിനാകുമ്പോൾ 3 സെൻറ്റൻസോ 4 സെൻറ്റൻസ് അതിൽ കൂടുതൽ എഴുതണ്ട. ഓക്കെ, എന്താണ്? ഭൂമിശാസ്ത്രപരവും കാലാവസ്ഥാ ഘടകങ്ങളും ഇന്ത്യൻ ജനതയുടെ വസ്ത്രധാരണത്തെ വളരെയധികം സ്വാധീനിച്ചിട്ടുണ്ട്. അത് നമുക്കറിയാം അല്ലേ. അതാണ് ക്വസ്റ്റ്യനും. ഉത്തരേന്ത്യയിലെ ആളുകൾ, നമ്മൾ നോർത്ത് ഇന്ത്യയിലേക്ക് പോയാൽ അവിടെ കമ്പിളിയും പരുത്തിയുമാണ് ഉപയോഗിക്കുന്നത് അല്ലേ. അതുപോലെ തന്നെ നമ്മുടെ ദക്ഷിണേന്ത്യയിലേക്ക് വരികയാണെങ്കിൽ ചൂടുള്ള കാലാവസ്ഥയാണ് നമുക്ക്. അപ്പോൾ നമ്മുടെ ഇവിടുത്തെ ആളുകൾ എന്താണ് ചെയ്യുന്നത്? നമ്മൾ കൂടുതലും പരുത്തി തുണി അല്ലേ, കോട്ടൺ, അങ്ങനെയുള്ളതാണ് നമ്മുടെ ഇവിടേക്കുള്ള ആൾക്കാർ, ദക്ഷിണേന്ത്യയിലേക്കുള്ളവർ ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ ഉത്തരേന്ത്യയിലെ ജനങ്ങൾ, പുരുഷന്മാർ കുർത്ത എന്ന തുന്നൽ ഷർട്ടും പൈജാമയുമാണ് ധരിക്കുന്നത്. അതുപോലെ നല്ല തണുപ്പുള്ള പ്രദേശങ്ങളിൽ ആണെങ്കിൽ അവിടെയുള്ളവർ എന്താണ് കൂടുതലും കമ്പിളിയാണ് ധരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് എഴുതാനുള്ളത്.
ഭൂമിശാസ്ത്രപരവും കാലാവസ്ഥാ ഘടകങ്ങളും ഇന്ത്യൻ ജനതയുടെ വസ്ത്രധാരണത്തെ ഒരുപാട് സ്വാധീനിച്ചിട്ടുണ്ട്. ഉത്തരേന്ത്യയിലെ ആളുകൾ കമ്പിളിയും പരുത്തിയുമാണ് ഉപയോഗിക്കുന്നത്. അതേസമയം ചൂടുള്ള കാലാവസ്ഥ കുറച്ചുകൂടിയുള്ള നമ്മുടെ ദക്ഷിണേന്ത്യയിലെ ആളുകൾ പരുത്തി മാത്രം, അതായത് കോട്ടൺ ഡ്രസ്സുകൾ മാത്രമാണ് നമ്മൾ കൂടുതലായിട്ടും എന്ത് ചെയ്യുന്നത്, ധരിക്കുന്നത്. ഇനി നല്ല തണുപ്പുള്ള പ്രദേശങ്ങളിലുള്ളവർ കമ്പിളി വസ്ത്രങ്ങൾ ധരിക്കുന്നു. ഉത്തരേന്ത്യയിലെ പുരുഷന്മാർ കുർത്ത എന്ന ഒരു തരത്തിലുള്ള ഷർട്ടും പൈജാമ എന്നറിയപ്പെടുന്ന പൈജാമയുമാണ് അവിടെയുള്ളവർ കൂടുതലും ധരിക്കുന്നത്. ക്ലിയർ ആയല്ലോ. നെക്സ്റ്റ് 42ാമത്തെ ക്വസ്റ്റ്യൻ, ഡിസ്ക്രൈബ് ദി ഇമ്പോർട്ടൻറ്റ് ഫീച്ചേഴ്സ് ഓഫ് ദി ഹാരപ്പൻ ടൗൺ പ്ലാനിങ്. ഹാരപ്പൻ ജനതയുടെ ടൗൺ പ്ലാനിങ്ങിനെ കുറിച്ച്, പട്ടണ സംവിധാനം, അതിനെക്കുറിച്ച് എഴുതാനായിട്ടാണ്. അത് 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യനാണ്. അപ്പോൾ നമുക്ക് 3, 4 അല്ലെങ്കിൽ 4, 5 സെൻറ്റൻസിനുള്ളിൽ ഒതുക്കണം, എഴുതി നമുക്ക് നിർത്തണം. അപ്പോൾ എന്തൊക്കെ പറയാം നമുക്ക്? പട്ടണങ്ങൾ, തെരുവുകളുടെ ഘടനകൾ, അതുപോലെ ഇഷ്ടികയുടെ വലിപ്പം, അഴുക്കുചാലുകൾ, ഇങ്ങനെയുള്ളവയുടെ ഒരു ഏകീകൃത, അല്ലെങ്കിൽ ഇവരുടെ ടൗൺ പ്ലാനിങ്ങിനെ പറ്റി പറയുമ്പോൾ ഒരു ഇങ്ങനെയുള്ള ഏകീകൃത സംവിധാനം എവിടെ ഉണ്ടായിരുന്നു? ഹാരപ്പൻ ജനതയ്ക്ക് ഉണ്ടായിരുന്നു. ഇവർ ഹാരപ്പൻ ജനതയുടെ ഡ്രെയിനേജ് സിസ്റ്റവും അതുപോലെ തന്നെ വളരെയധികം മികച്ചതും വിശാലമായിട്ടുള്ളതും ആയിരുന്നു. എല്ലാ വീട്ടിലും അഴുക്കുചാലുകൾ ഉണ്ടായിരുന്നു. ഈ അഴുക്കുചാലുകളാണെങ്കിൽ തെരുവിലേക്ക് എന്ത് ചെയ്യപ്പെടുമായിരുന്നു? തെരുവുകളിലേക്കുള്ള ചാലുകളുമായി ബന്ധിപ്പിക്കുമായിരുന്നു. ഇനി ഇത്രയും നിങ്ങൾ ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നെ ഉള്ളതാണ്. നമ്മൾ കുറച്ചുകൂടി വിശാലമായിട്ട് മനസ്സിലാക്കാം. കാരണം 5 മാർക്കിനൊക്കെയാണ് ചോദിക്കുന്നതെങ്കിൽ നിങ്ങളിതെല്ലാം എഴുതണം. ഇനി പറയുന്നത് കൂടിയേ, ഇവരുടെ പട്ടണ സംവിധാനത്തെക്കുറിച്ചാണ്. ഡിസ്ക്രൈബ് ദി ഇമ്പോർട്ടൻറ്റ് ഫീച്ചേഴ്സ് ഓഫ് ദി ഹാരപ്പൻ ടൗൺ പ്ലാനിങ്. നദീതീരങ്ങളിലെ സമതലങ്ങൾ, മരുഭൂമിയിലെ അതിർത്തികൾ, കടൽ തീരങ്ങൾ എന്നിവിടങ്ങളിലാണ് ഹാരപ്പൻ പട്ടണങ്ങൾ സ്ഥാപിതമായിരുന്നത്. ക്ലിയർ ആയല്ലോ എവിടെയൊക്കെയാണ്? ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യനാണ്, പഠിക്കണം. നദീതീരങ്ങളിലെ സമതലങ്ങൾ, മരുഭൂമിയിലെ അതിർത്തികൾ, കടൽ തീരങ്ങൾ, ഇവിടങ്ങളിലൊക്കെയാണ് ഹാരപ്പൻ പട്ടണങ്ങൾ സ്ഥാപിക്കപ്പെട്ടിരുന്നത്. ഓരോ പട്ടണങ്ങളും 2 ഭാഗങ്ങളായി തിരിച്ചിരുന്നു. മിക്കവാറും നമ്മൾ ഏതൊരു സംസ്കാരത്തിൽ പണ്ട് കാലത്തുള്ള ഓരോ രാജഭരണവും അവരുടെ പിടിച്ചെടുക്കലുകളും ഒക്കെ പഠിക്കുമ്പോൾ നമുക്കറിയാം അവരുടെ സാമ്രാജ്യത്തെ കോട്ട കെട്ടി തിരിച്ചിരുന്നതായിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഇവിടെയും എന്ത് ചെയ്തിരുന്നു? 2 ഭാഗങ്ങളായിട്ട് ഹാരപ്പൻ പട്ടണങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്? ഹാരപ്പൻ സംസ്കാരത്തിലും അവർ കോട്ട കെട്ടി തിരിച്ചിരുന്നു. ഒരെണ്ണം എന്ന് പറയുന്നത് അവരുടെ ഭരണാധികാരികൾ താമസിക്കുന്ന സ്ഥലവും ബാക്കി ഭാഗത്ത് ജനങ്ങളും പാവപ്പെട്ട സാധാരണക്കാരും താമസിച്ചിരുന്നവരായിരുന്നു. അപ്പോൾ ഈ കോട്ടയ്ക്കകത്ത് വലിയ കെട്ടിടങ്ങളാണ് നിർമ്മിച്ചിരുന്നത്. അവ ഭരണ കേന്ദ്രങ്ങളോ ചടങ്ങുകളൊക്കെ നടത്തുന്നതോ ആഘോഷങ്ങളൊക്കെ നടത്തുന്നതോ ഒക്കെ ആയിട്ടുള്ള സ്ഥലങ്ങളായിരുന്നു. മോഹൻജദാരോയിലും ഹാരപ്പയിലും കോട്ടയ്ക്ക് ചുറ്റും ഇഷ്ടിക കൊണ്ടുള്ള മതിലുണ്ടായിരുന്നു. എന്നാൽ കാലിബംഗൻ എന്ന് പറയുന്ന സ്ഥലത്താണെങ്കിൽ കോട്ടയും താമസ മേഖലയും ഉൾപ്പെടുത്തിയാണ് മതിൽ കെട്ടിയിരുന്നത്. ഇനി ഇവരുടെ തെരുവരകൾ നിർമ്മിച്ചിരുന്നത് തെക്കു വടക്കായിട്ടായിരുന്നു. ഇവ മറ്റു വഴികളുണ്ടല്ലോ, ആ വഴികളുമായിട്ട് എന്ത് ചെയ്തിരുന്നു? സമകോണിൽ ബന്ധിപ്പിച്ചിരുന്നു. ബോധപൂർവമായൊരു നഗരാസൂത്രണം ഇവിടെ ഉണ്ടായിരുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. മികച്ച ടൗൺ പ്ലാനിംഗ് ആയിരുന്നു ആർക്കുണ്ടായിരുന്നത്? ഹാരപ്പൻ ജനതയ്ക്ക് ഉണ്ടായിരുന്നത്. നഗരങ്ങൾ 1-ാം തരം ശുചീകരണ സൗകര്യങ്ങളോട് കൂടിയവയായിരുന്നു. അതായത് ഭയങ്കരമായിട്ടുള്ള നല്ല രീതിയിലുള്ള വൃത്തിയായിരുന്നു ഹാരപ്പൻ ജനതയുടെ പ്രത്യേകത എന്ന് പറയുന്നത്. തെരുവുകളുടെ അതിരുകളിൽ ചാലുകൾ നിർമ്മിച്ചിരുന്നു. വീടുകളിലെ മലിനജലം ഒഴുക്കിക്കളയുന്നതിന് വേണ്ടി, അതായത് ഈ ഓവുകളിലൂടെ ഒഴുക്കി എങ്ങോട്ടേക്ക് വിട്ടിരുന്നു? ഈ ചാലുകളിലേക്ക് വിട്ടിരുന്നു. മനസ്സിലായാലും ഇത്രയൊക്കെ 5 മാർക്കിന് ചോദിച്ചാൽ നിങ്ങൾ എഴുതാനായിട്ടുള്ളതാണ്. ക്ലിയർ ആയല്ലോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അടുത്ത ചോദ്യം ഏതാണ്? 43ാമത്തെ ചോദ്യം. 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യനാണ്. വൈ ഡിഡ് അലാവുദ്ദീൻ ഖൽജി അഡോപ്റ്റ് ദി പോളിസി ഓഫ് മാർക്കറ്റ് കൺട്രോൾ? ഇത് നിങ്ങൾ വീഡിയോ നോക്കിയാൽ അറിയാം. നമ്മൾ ഈ ചാപ്റ്ററിൻ്റെ വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ട്. അതുപോലെ അലാവുദ്ദീൻ ഖൽജിയുടെ ഭരണ പരിഷ്കാരങ്ങൾ, മാർക്കറ്റ് കൺട്രോളിനെ കുറിച്ച്, കമ്പോള പരിഷ്കാരങ്ങളൊക്കെ വീഡിയോസ് നമ്മുടെ ചാനലിൽ ഉണ്ട്. നിങ്ങളതൊക്കെ പ്രയോജനപ്പെടുത്തുക. എന്തുകൊണ്ടാണ് അലാവുദ്ദീൻ ഖൽജി സ്വീകരിച്ചത് പോളിസി ഓഫ് മാർക്കറ്റ് കൺട്രോൾ? അദ്ദേഹം ഒരു കമ്പോള സംവിധാനം സ്വീകരിക്കുന്നതിനുണ്ടായിരുന്ന കാരണം എന്തായിരുന്നു എന്നാണ് ചോദ്യം. അത് എത്ര മാർക്കിനാണ്? 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യനാണ്. നോക്കാം.
അദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യേകത തന്നെ എന്തായിരുന്നു? അദ്ദേഹം ഒരു നല്ല സൈന്യത്തെ നിലനിർത്താൻ എപ്പോഴും ശ്രദ്ധിച്ചിരുന്ന വ്യക്തിയായിരുന്നു അലാവുദ്ദീൻ ഖൽജി. അതുകൊണ്ട് തന്നെ അദ്ദേഹം ഇതുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് നിത്യോപയോഗ സാധനങ്ങളുടെ വില എന്ത് ചെയ്തു? താഴ്ത്തി നിശ്ചയിച്ചു. സൈനികർക്ക് പ്രത്യേക, അതായത് കുറഞ്ഞ ശമ്പളത്തിൽ സൈനികർക്ക് സുഖമായി ജീവിക്കാൻ കഴിയുമെന്ന് ഉറപ്പുവരുത്തുക എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ ലക്ഷ്യമായിരുന്നു. സൈന്യത്തോട് വളരെയധികം കൂറ് പുലർത്തിയിരുന്ന ഒരു ഭരണാധികാരിയായിരുന്നു അദ്ദേഹം. അപ്പോൾ നിത്യോപയോഗ സാധനങ്ങളുടെ വില അദ്ദേഹം താഴ്ത്തി നിശ്ചയിച്ചു. കുറഞ്ഞ ശമ്പളത്തിൽ സൈനികർക്ക് സുഖമായി ജീവിക്കാൻ കഴിയുമെന്ന് അദ്ദേഹം ഉറപ്പുവരുത്തി. അതുപോലെ തന്നെ വില നിയന്ത്രിക്കുന്നതിനെ അദ്ദേഹം കമ്പോളങ്ങളിൽ എന്ത് ചെയ്തു? ഡൽഹിയിൽ വിവിധ സാധനങ്ങൾക്കായിട്ട് വ്യത്യസ്ത വിപണികൾ സ്ഥാപിച്ചു. 3 വിപണികളാണ് പ്രധാനമായിട്ടും അദ്ദേഹം സ്ഥാപിച്ചത്. അദ്ദേഹം എന്താണ് ചെയ്തത്? അതായത് ധാന്യങ്ങൾക്ക് വേണ്ടിയിട്ടൊരു വിപണി, മണ്ഡി എന്നാണ് ആ വിപണിയെ അറിയപ്പെട്ടിരുന്നത്. തുണികൾക്ക് വേണ്ടിയിട്ടൊരു കമ്പോളം, സരായ് അടലെന്നും, കുതിരകൾ, അടിമകൾ, കന്നുകാലികൾ അവയെ കച്ചവടം ചെയ്യുന്നതിന് വേണ്ടിയിട്ടൊരു വിപണിയും ഉണ്ടായിരുന്നു. മനസ്സിലായല്ലോ? അപ്പോൾ അലാവുദ്ദീൻ ഖൽജി എന്ന് പറയുന്നത് അദ്ദേഹം വളരെയധികം സൈന്യത്തെയൊക്കെ ശ്രദ്ധിച്ചിരുന്ന വ്യക്തിയായിരുന്നു. നിത്യോപയോഗ സാധനങ്ങളുടെ വില താഴ്ത്തി നിശ്ചയിച്ചു. സൈനികർക്ക് കുറഞ്ഞ ശമ്പളത്തിൽ അവർക്ക് സുഖമായി ജീവിക്കാൻ കഴിയുന്ന രീതിയിലുള്ള അത് സംവിധാനം ഉറപ്പുവരുത്തി. വില നിയന്ത്രിക്കാൻ അദ്ദേഹം ഡൽഹിയിൽ തന്നെ സാധനങ്ങൾക്ക് 3 വ്യത്യസ്ത വിപണികൾ സ്ഥാപിച്ചു. ധാന്യങ്ങൾക്ക് വേണ്ടി ഒരെണ്ണം, തുണികൾക്ക് വേണ്ടിയിട്ടൊരെണ്ണം, കുതിരകൾ, അടിമകൾ, കന്നുകാലികൾ മുതലായവയുടെ കച്ചവടത്തിന് വേണ്ടിയിട്ട് ഒരെണ്ണം. ക്ലിയർ ആയല്ലോ? ഇത്രയും എഴുതിയാൽ മതി. നമുക്ക് 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. നെക്സ്റ്റ് 44ാമത്തെ ക്വസ്റ്റ്യൻ. ഡിസ്ക്രൈബ് ദ ടീച്ചിങ്സ് ആൻഡ് ഫിലോസഫി ഓഫ് ഗുരു നാനാക്ക് ദേവ്ജി. ഗുരുനാനാക്കിൻ്റെ ഉദ്ബോധനങ്ങൾ, തത്വചിന്തകളും അതുപോലെ അദ്ദേഹം പഠിപ്പിച്ചതും അദ്ദേഹത്തിൻ്റെ ടീച്ചിങ്സ് എന്താണെന്നുള്ളതാണ് നോക്കാം. അദ്ദേഹത്തിൻ്റെ തത്വചിന്തയിൽ 3 അടിസ്ഥാന ഘടകങ്ങൾ അടങ്ങിയിരുന്നു. ആരുടെ തത്വചിന്തയിലാണ്? ഗുരുനാനാക്കിൻ്റെ തത്വചിന്തയിൽ 3 അടിസ്ഥാന ഘടകങ്ങളുണ്ടായിരുന്നു. ഒന്നാമത്തേത് എന്താണ്? അദ്ദേഹം പറഞ്ഞിരുന്നത് ഗുരുവിന് വളരെയധികം പ്രാധാന്യം കൊടുത്തിരുന്നു. വ്യക്തിത്വത്തെ അദ്ദേഹം ഗുരുവായി കണക്കാക്കിയിരുന്നു. പിന്നെന്താണ്? പ്രത്യയശാസ്ത്രം അതിന് എന്താണ് പറയുന്നത്? ശബാദ് എന്നും ഓർഗനൈസേഷൻ സംഗത് എന്നും, അതായത് പെരുമാറ്റത്തിൻ്റെയും ആരാധനയുടെയും തത്വങ്ങൾ പിന്തുടരാനാണ് അദ്ദേഹം ആളുകളെ ഉപദേശിച്ചത്. ഒരു വ്യക്തി, ഏത് വ്യക്തിയും ആയിക്കോട്ടെ, അവർ എങ്ങനെയാണ്? നമ്മുടെ സ്വഭാവം കൊണ്ടാണല്ലേ മറ്റുള്ളവരുടെ മനസ്സിലിടം നേടുന്നത്, നമ്മുടെ പെരുമാറ്റം കൊണ്ടാണ്. അപ്പോൾ പെരുമാറ്റം കൊണ്ടും അതുപോലെ തന്നെ ആരാധന, നമുക്ക് ആരെ വേണോ ആരാധിക്കാം. അപ്പോൾ ആരാധന കൊണ്ടും പെരുമാറ്റം കൊണ്ടും എന്ത് ചെയ്യാനാണ്? ആ പെരുമാറ്റത്തിൻ്റെയും ആരാധനയുടെയും തത്വങ്ങൾ പിന്തുടരാനാണ് അദ്ദേഹം ജനങ്ങളെ ഉപദേശിച്ചത്. അതുപോലെ സത്യം, പിന്നെന്താണ്? ഹലാൽ എന്നാണ് പറയുന്നത്, നിയമപരമായ സമ്പാദ്യം, പിന്നെ മറ്റുള്ളവരുടെ നന്മ ആഗ്രഹിക്കുക, ഖൈർ എന്ന് പറയും, നിയത്ത്, ശരിയായ ഉദ്ദേശം, ഇതൊക്കെയാണ് അദ്ദേഹം ജനങ്ങൾക്ക് വേണ്ടി പറഞ്ഞു കൊടുത്തത്. ഇനി അദ്ദേഹം ജാതി വ്യവസ്ഥയെയും അത് സൃഷ്ടിച്ച അസമത്വത്തെയും വളരെയധികം വിമർശിക്കുകയും അപലപിക്കുകയൊക്കെ ചെയ്തിരുന്ന ആളായിരുന്നു. നമുക്കറിയാം പണ്ടുകാലത്ത് എത്രത്തോളം ജാതി വ്യവസ്ഥ നമ്മളെ സമൂഹത്തിലുണ്ടായിരുന്നു എന്നല്ലേ. അതിനെയും ആ ജാതി വ്യവസ്ഥ മുഖേന സമൂഹത്തിലെ ജനങ്ങളെ പല രീതിയിൽ കാണുക, അല്ലെങ്കിൽ അവരെ മാറ്റി നിർത്തുക, ഇതിനെയൊക്കെ അദ്ദേഹം എതിർത്തിരുന്ന വ്യക്തിയായിരുന്നു. നീതി, സ്വാതന്ത്ര്യം എന്നീ ആശയങ്ങൾക്കാണ് അദ്ദേഹം പ്രാധാന്യം കൊടുത്തത്. നിസ്വാർത്ഥമായി മറ്റുള്ളവരെ സേവിക്കാനും അതുപോലെ നമ്മുടെ വരുമാനത്തിൻ്റെ അല്ലേ, നമുക്ക് കിട്ടുന്ന വരുമാനവും നമ്മുടെ കയ്യിലുള്ള വിഭവങ്ങൾ, നമ്മുടെ കയ്യിൽ എന്താണോ ഉള്ളത് അത് എന്ത് ചെയ്യുക? ലഭ്യമായിട്ടുള്ള നമ്മുടെ കയ്യിൽ കൊടുക്കാൻ കഴിയുന്ന കാര്യങ്ങൾ മറ്റുള്ളവർക്ക് പങ്കിട്ട് കൊടുക്കുക. ഇതൊക്കെയായിരുന്നു അദ്ദേഹത്തിൻ്റെ ടീച്ചിങ്സ് ആൻഡ് ഫിലോസഫി എന്നുള്ളതിൽ വരുന്നത്. ഓക്കെ, ഇനി അതൊരു മൾട്ടിപ്പിൾ ചോയ്സാണ്. മൾട്ടിപ്പിളിൽ അടുത്തത് ഇതല്ലെങ്കിൽ നമുക്ക് ഏതിന് ആൻസർ ചെയ്യാം, അറ്റൻഡ് ചെയ്യാം. റൈറ്റ് എനി 3 സിമിലാരിറ്റീസ് ഇൻ ദി ടീച്ചിങ്സ് ഓഫ് മോണോതെസ്റ്റിക് ഭക്തി സെയിൻസ് ഇൻ നോർത്ത് ഇന്ത്യയിലെ ഉത്തരേന്ത്യയിലെ ഭക്തി സന്യാസികൾ, ഏകദൈവ വിശ്വാസികളായ ഭക്തി സന്യാസിമാരുടെ ടീച്ചിങ്സിനെ കുറിച്ച്, അല്ലെങ്കിൽ ഏതെങ്കിലും 3 ടീച്ചിങ്സിനെ കുറിച്ച് എഴുതാനായിട്ടാണ്. എന്തൊക്കെയായിരുന്നു നമുക്ക് നോക്കാം. അവരുടെ ഉത്തരേന്ത്യയിലെ ഈ ഭക്തി പ്രസ്ഥാനവുമായിട്ട് ബന്ധപ്പെട്ട സന്യാസിമാരുടെ ചിന്തകൾ, അല്ലെങ്കിൽ അവരുടെ ഉദ്ബോധനങ്ങളെന്ന് പറയാമല്ലേ, ടീച്ചിങ്സ് ഏതാണെന്ന് നോക്കാം. ഒന്നാമത്തേത് 4 എണ്ണമാണ് ചോദിച്ചിരിക്കുന്നത്. 3 എണ്ണമാണ് ചോദിച്ചിരിക്കുന്നത്. ഒന്ന്,
ഭൂരിഭാഗം ഏകദൈവ വിശ്വാസികളും താഴ്ന്ന ജാതിയിൽപ്പെട്ടവരായിരുന്നു. അതുകൊണ്ട് തന്നെ അവരുടെ ആശയങ്ങളിൽ ഒരു ഐക്യമുണ്ടെന്ന് ആർക്കറിയാമായിരുന്നു? ഭക്തി സന്യാസിമാർക്ക് അറിയാമായിരുന്നു. ഇവിടെ ചോദിച്ചിരിക്കുന്ന റൈറ്റ് എനി 3 സിമിലാരിറ്റീസ്, ഏതെങ്കിലും 3 സാദൃശ്യങ്ങൾ ഇൻ ദി ടീച്ചിങ്സ് ഓഫ് മോണോതെസ്റ്റിക് ഭക്തി സെയിൻസ് ഇൻ നോർത്ത് ഇന്ത്യയിലെ ഭക്തി സന്യാസിമാരുടെ, ഏകദൈവ വിശ്വാസികളായ ഭക്തി സന്യാസിമാരുടെ ടീച്ചിങ്സിലുള്ള സിമിലാരിറ്റീസാണ്. അപ്പോൾ ഭൂരിഭാഗം ഏകദൈവ വിശ്വാസികളും താഴ്ന്ന ജാതിയിൽപ്പെട്ടവരായിരുന്നു. അതുകൊണ്ട് തന്നെ അവരുടെ ആശയങ്ങളിലൊരു ഐക്യമുണ്ടെന്ന് ഈ സയൻസ് ഇവർക്ക് അറിയാമായിരുന്നു. ഇനി രണ്ടാമത്തെ പോയിന്റ് എന്താണ്? ഭക്തി എന്ന വൈഷ്ണവ സങ്കല്പവും നാഥപന്തി പ്രസ്ഥാനവും അവരെയെല്ലാം സ്വാധീനിക്കുകയുണ്ടായി. മൂന്നാമത്തെ പോയിന്റ്, ഭക്തി സന്യാസിമാർ ആ കാലഘട്ടത്തിലെ സംഘടിത പ്രബല മതങ്ങളുമായിട്ട് ഒരിക്കലും ബന്ധം പുലർത്തിയിരുന്നില്ല. ഔപചാരികമായിട്ടുള്ള അവരുമായിട്ടുള്ള ബന്ധം നിരസിച്ചു. എന്താണ് ഈ ഭക്തി സന്യാസിമാർ ആ കാലഘട്ടത്തുണ്ടായിരുന്ന സംഘടിതമായിട്ടുള്ള പ്രബല മതങ്ങൾ, ആ കാലഘട്ടത്തിൽ മുൻപിലുണ്ടായിരുന്ന മതങ്ങളുമായിട്ടൊന്നും ഔപചാരികമായിട്ടുള്ള ബന്ധം അവർക്കുണ്ടായിരുന്നില്ല. അതിനെല്ലാം അവർ നിരസിക്കുകയാണ് ഉണ്ടായത്. അപ്പോൾ ഈ 3 പോയിന്റ് എഴുതിയാൽ മതിയാവും. 3 പോയിന്റ്സ് മതി. ഇനി നെക്സ്റ്റ് 45ാമത്തെ ക്വസ്റ്റ്യൻ, എക്സ്പ്ലെയിൻ എനി 4 ടേംസ് ഓഫ് ദി ഗാന്ധി ഇർവിൻ പാക്ട്. ഗാന്ധി ഇർവിൻ പാക്റ്റിൻ്റെ ഏതെങ്കിലും 4 ടേംസിനെ കുറിച്ച് എഴുതാനായിട്ടാണ്, എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ടാണ്. അപ്പോൾ നമുക്ക് നോക്കാം. ഒന്നാമത്തേത് എന്താണ്? ഗാന്ധി ഇർവിൻ പാക്റ്റുമായിട്ട് ബന്ധപ്പെട്ട് മുന്നോട്ട് വെച്ചത് എന്തൊക്കെയായിരുന്നു? ഒന്ന്, അക്രമത്തിൽ കുറ്റവാളികളല്ലാത്ത എല്ലാ രാഷ്ട്രീയ തടവുകാരെയും വിട്ടയക്കുക. ഒന്ന്. രണ്ടാമത്തേത്, എല്ലാ ഓർഡിനൻസുകളും പിൻവലിച്ച് പ്രോസിക്യൂഷൻ അവസാനിപ്പിക്കുക. മൂന്നാമത്തേത്, മദ്യത്തിൻ്റെയും വിദേശ തുണിക്കടകളുടെയും സമാധാനപരമായ പിക്കറ്റിങ്ങിന് അനുമതി നൽകുക. എന്ന് പറഞ്ഞാൽ അവർക്ക് മദ്യത്തിനും വിദേശ കടകൾക്കുമെതിരെ പ്രതിഷേധിക്കാൻ, അല്ലേ, സമാധാനപരമായിട്ട് പിക്കറ്റിംഗ് നടത്തുന്നതിനുള്ള അനുവാദം കൊടുക്കുക. 4, സത്യാഗ്രഹികളുടെ കണ്ടുകെട്ടിയ സ്വത്തുക്കൾ പുനഃസ്ഥാപിക്കുക. നമുക്കറിയാം, സ്വാതന്ത്ര്യ സമര ചരിത്രവുമായി ബന്ധപ്പെട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ സത്യാഗ്രഹം നടത്തിയവരുടെയൊക്കെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ബ്രിട്ടീഷുകാർക്കെതിരെ പ്രതിഷേധം ചെയ്തവരുടെയൊക്കെ സ്വത്തൊക്കെ കണ്ടുകെട്ടിയിട്ടുണ്ട്, അല്ലേ. അങ്ങനെ സത്യാഗ്രഹികളായിട്ടുള്ളവരുടെ കണ്ടുകെട്ടിയ സ്വത്തുക്കൾ എന്ത് കൊടുക്കണം? തിരിച്ചു കൊടുക്കുക, പുനഃസ്ഥാപിക്കുക. എന്തൊക്കെയാണ് 4 എണ്ണം? ഒന്ന്, ഇവിടെ ചോദ്യം എന്തായിരുന്നു? എക്സ്പ്ലെയിൻ എനി 4 ടേംസ് ഓഫ് ദി ഗാന്ധി ഇർവിൻ പാക്ട് എന്നായിരുന്നു. ഒന്നാമത്തേത്, എല്ലാ ഓർഡിനൻസുകളും പിൻവലിച്ച് പ്രോസിക്യൂഷൻ അവസാനിപ്പിക്കുക. രണ്ടാമത്തേത്, അക്രമത്തിൽ കുറ്റവാളികൾ ഒഴികെ എല്ലാ രാഷ്ട്രീയ തടവുകാരെയും വിട്ടയക്കുക. മൂന്നാമത്തേത്, മദ്യത്തിൻ്റെയും വിദേശ തുണിക്കടകളുടെയും സമാധാനപരമായ പിക്കറ്റിങ്ങിന് അനുവദിക്കുക. 4, സത്യാഗ്രഹികളുടെ കണ്ടുകെട്ടിയ സ്വത്തുക്കൾ പുനഃസ്ഥാപിക്കുക. ക്ലിയർ ആയല്ലോ? ഇതൊരു മൾട്ടിപ്പിൾ ചോയ്സ് ആണ്. ഇല്ലെങ്കിൽ നമുക്ക് ഏത് ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യാം? എക്സ്പ്ലെയിൻ ദി മെയിൻ കോൺട്രിബ്യൂഷൻസ് ഓഫ് ദി സ്വദേശി മൂവ്മെൻറ്റ്. സ്വദേശി പ്രസ്ഥാനത്തിൻ്റെ പ്രധാനപ്പെട്ട മെയിൻ ആയിട്ടുള്ള കോൺട്രിബ്യൂഷൻസ്, സംഭാവനകൾ എന്തെല്ലാമായിരുന്നു? സ്വദേശി പ്രസ്ഥാനത്തിൻ്റെ ഏറ്റവും വലിയ സംഭാവന എന്ത് തന്നെയായിരുന്നു? പുതിയ പ്രതിഷേധ രൂപങ്ങൾക്ക്, അല്ലെങ്കിൽ പുതിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾക്ക് തുടക്കം കുറിക്കാൻ സ്വദേശി പ്രസ്ഥാനത്തിന് കഴിഞ്ഞു. രണ്ടാമത്തേത്, അതുപോലെ തന്നെ മറ്റൊരു പോയിന്റ്, ഈ പ്രതിഷേധ നിബന്ധനകളിൽ ചിലത് മഹാത്മാഗാന്ധി അദ്ദേഹത്തിൻ്റെ സത്യാഗ്രഹ സമയത്ത് സ്വീകരിച്ച പല രീതികളും മുൻകൂട്ടി കണ്ടുകൊണ്ടുള്ളതായിരുന്നു. അതുപോലെ ജനകീയ യോഗങ്ങൾ, ഘോഷയാത്രകൾ, വിദേശ വസ്തുക്കൾ അല്ലെങ്കിൽ വിദേശ സാധനങ്ങൾ ബഹിഷ്കരിക്കുക, പണിമുടക്ക് സംഘടിപ്പിക്കുക, ഇവയൊക്കെ ആയിരുന്നു പുതിയ പ്രതിഷേധ രൂപങ്ങളെന്ന് പറയുന്നത്. നമ്മുടെ ഇവിടുത്തെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? എക്സ്പ്ലെയിൻ ദി മെയിൻ കോൺട്രിബ്യൂഷൻസ് ഓഫ് ദി സ്വദേശി മൂവ്മെൻറ്റ്. സ്വദേശി പ്രസ്ഥാനത്തിൻ്റെ പ്രധാന സംഭാവനകളാണ്. എന്തൊക്കെയായിരുന്നു? പുതിയ പ്രതിഷേധ രൂപങ്ങൾക്ക് തുടക്കമിട്ടുകൊണ്ടുള്ളതായിരുന്നു സ്വദേശി പ്രസ്ഥാനത്തിൻ്റെ സംഭാവന എന്ന് പറയുന്നത്. ഏതൊക്കെയായിരുന്നു ആ പ്രതിഷേധ രൂപങ്ങൾ? ഈ പ്രതിഷേധ നിബന്ധനകളിൽ ചിലത് മഹാത്മാഗാന്ധി അദ്ദേഹത്തിൻ്റെ സത്യാഗ്രഹ സമയത്ത് രൂപീകരിച്ച അല്ലെങ്കിൽ സ്വീകരിച്ച പല രീതികളും മുൻകൂട്ടി കണ്ടുകൊണ്ടായിരുന്നു. അത് ഏതൊക്കെയായിരുന്നു നോക്കാം. ജനകീയ യോഗങ്ങൾ, ഘോഷയാത്രകൾ, വിദേശ സാധനങ്ങൾ ബഹിഷ്കരിക്കൽ, പണിമുടക്ക് സംഘടിപ്പിക്കൽ, ഇവയൊക്കെയായിരുന്നു ഈ പുതിയ പ്രതിഷേധ രൂപങ്ങളെന്ന് പറയുന്നത്. അപ്പം 45 ക്വസ്റ്റ്യൻസ് ആണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തത്. ഇനി 46 മുതൽ 51 വരെ ഉണ്ടല്ലേ, ഒരു 10-11 ക്വസ്റ്റ്യൻസ് കൂടി ഉണ്ടാവും. അത് നമുക്ക് തൊട്ടടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ.
അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുക, നല്ല മാർക്ക് വാങ്ങാൻ കഴിയട്ടെ എല്ലാവരും. എക്സാമിന് വേണ്ടിയിട്ട് എന്താണ് ഇനി ഞാൻ എപ്പോഴും പറയുന്നതാണ്, ഇനി പഠിച്ചു തുടങ്ങാത്തവരായാലും ആദ്യത്തെ 2 മൊഡ്യൂൾസ് പഠിച്ചുകൊണ്ട് നിങ്ങൾക്ക് ജയിക്കാൻ പറ്റുമെന്ന് ഉറപ്പ് പറയുകയാണ്. അതുപോലെ നമ്മുടെ വീഡിയോസ് ഫോളോ ചെയ്യുക, നിങ്ങൾക്ക് നന്നായിട്ട് പഠിക്കാൻ സാധിക്കട്ടെ, നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കട്ടെ. ഓക്കെ, മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം. താങ്ക്